الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ കർമ്മം തന്നെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. ഇടയ്ക്കിടെ നമസ്കാരത്തെക്കുറിച്ചുള്ള പഠനവും അതേപോലെ ഓർമ്മിക്കലും ഓർമ്മപ്പെടുത്തലും നമ്മൾ സ്വയം അതേപോലെ അല്ലാതെയും നടത്തുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ ദിശ തെറ്റിപ്പോവുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ ഭവനത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മുഖം തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ മുഖം മാത്രമല്ല. അങ്ങനെ മനസ്സിലാക്കി അത് ചൊല്ലുന്ന ആളുകളും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തിരിക്കലല്ല യഥാർത്ഥത്തിൽ നടത്തും. മറിച്ച് ശരീരത്തിന്റെയും ആത്മാവിന്റെയും ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ മുഖമാണ് അള്ളാഹുവിലേക്ക് തിരിയേണ്ടത്. പലപ്പോഴും ശരീരം അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് വജ്ജഹത്തൊക്കെ ഓതി നമസ്കരിക്കുകയും ജീവിതം അള്ളാഹുവിലേക്ക് തിരിയാതെ പോവുകയും ചെയ്യുന്ന ഒരുപാട് നമസ്കാരക്കാർ ഭൂമുഖത്തുണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ നാശമാണ് അവർക്ക് അവരുടെ നമസ്കാരം വഴി സംഭവിക്കുക. ജീവിതം മുഴുവനുമാണ് അള്ളാഹുവിലേക്ക് തിരിക്കേണ്ടത് എന്നതിന് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനവും വജ്ജഹത്തുവിന്റെ ബാക്കി നമുക്കറിയാം. വജ്ജഹത്തു വജ്ഹിയലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന പ്രഖ്യാപനത്തിന് ശേഷം വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, കൽപ്പനയാണ്. ഖുൽ
ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിത മരണവും സമ്പത്ത് സകലതും, ജീവിതമാവുന്ന സകലതും മരണം ഉൾപ്പെടെ നിന്നിലേക്കാണ് ഞാൻ തിരിച്ച് വച്ചിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്, ആ പ്രഖ്യാപനം. എന്നിട്ട് അല്ലാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് എൻ്റെ അടിമത്വം, സകല അർത്ഥത്തിലുമുള്ള. എന്തൊക്കെ അർത്ഥത്തിൽ അടിമത്തം അള്ളാഹു ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിനക്കാണ്. അത് സമർപ്പിച്ചതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയും നിന്നോട് മാത്രമാണ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള നമസ്കാരം ഒരാഘോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടത്, ഒരാനന്ദമാക്കി മാറ്റാൻ, അതൊരാഹ്ലാദമാക്കി മാറ്റാൻ. ഈ അർത്ഥത്തിൽ നമ്മുടെ ജീവിതം അതിനുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അറാഫിലെ 31-ാമത്തെ ആയത്ത്, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. യാ ബനി ആദം, മൊത്തം ആദം സന്തതിയെ വിളിച്ചുകൊണ്ട്, മൊത്തം മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദ്, ആദം സന്തതികളെ സകല നമസ്കാര വേളകളിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങൾ അണിയുക എന്നാണ്. നമ്മൾ എപ്പോഴാണ് അലങ്കാരങ്ങൾ അണിയുക? ആഘോഷ ദിനങ്ങളിലാണ്. പെരുന്നാളിൻ്റെ അന്ന് അലങ്കാരങ്ങൾ അണിയും, ആണും പെണ്ണും ഒക്കെ. അതേപോലെ കല്യാണത്തിന് നമ്മൾ വലിയ അലങ്കാരങ്ങൾ അണിയാറുണ്ട്. അതുപോലെ നമുക്ക് ആഘോഷം എന്ന് തോന്നുന്ന വേളയിലൊക്കെയാണ് നമ്മൾ അലങ്കാരങ്ങൾ അണിയാറുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ അലങ്കാരം നിങ്ങൾ അണിയേണ്ടത്, യഥാർത്ഥത്തിൽ നിങ്ങൾ അണിയേണ്ടത് അങ്ങനെയുള്ള ചില അപൂർവ വേളകളിൽ മാത്രമല്ല, നേരെ മറിച്ച് മുഴുവൻ നമസ്കാര വേളകളിലും നിങ്ങൾ അലങ്കാരത്തോടു കൂടി വരിക, ആഹ്ലാദത്തോടു കൂടി വരിക, ആഘോഷത്തോടു കൂടി നിങ്ങൾ നിരന്തരം അള്ളാഹുവിന്റെ പള്ളിയിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് നമസ്കാര വേളയിൽ നിങ്ങൾ ഹാജരാവുക. അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് സകല നമസ്കാര വേളകളിൽ നിങ്ങൾ അത് ആവർത്തിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വകുലു വശ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക, എന്നാൽ അമിതമായി പോവരുത്. അത് അമിതമായി പോവരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാവുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നമസ്കാരത്തിൽ അലങ്കാരങ്ങൾ അണിയലും ഭക്ഷണവും അമിതമായ ആഹാരവും എന്തുകൊണ്ട് ചേർത്തു വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, അമിതമായ ആഹാരമാണ് മനുഷ്യനെ നമസ്കാരത്തിൽ നിന്ന് പലപ്പോഴും തടയുന്നത്. അലസനും മടിയനും വല്ലാത്ത ആരോഗ്യം പോലും ഇല്ലാത്തവനുമൊക്കെ ആക്കി മാറ്റുന്നത് അമിതമായ ആഹാരമാണ്. അവൻ രാത്രിയൊക്കെ അമിതമായ കഴിച്ചിട്ട് അങ്ങോട്ട് കിടക്കും. കിടന്നിട്ട് അവന് സുബഹി പോലും ഭാരമാണ്. തഹജ്ജുദൊക്കെ പോവട്ടെ, സുബഹി പോലും അവന് ഭാരമായി, ഉറക്കച്ചടവോടുകൂടി കൂട്ടുവായിട്ടുകൊണ്ട് അലസനും മടിയനുമായി ഖാമു ഖുസാല എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗത്തിൽ ഉള്ള തരം നമസ്കാരമാണ്. ഒരു താല്പര്യവുമില്ല. അവൻ വരുന്നത് തന്നെ അതിനുശേഷമുള്ള ഉറക്ക് അത് സുഖകരമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒന്ന് ഉറങ്ങാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുബൈക്കുൾപ്പെടെ അവൻ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് കൂട്ടുവായി ധാരാളമായി അവന് വന്നുകൊണ്ടിരിക്കും. അതിനുള്ള കാരണം എന്താണ്? അവൻ വയറ് നിറയെ കഴിച്ച് അമിതമായി ആഹരിച്ച് രാത്രികാലങ്ങളിലാണ് നോമ്പിനുൾപ്പെടെ ഭക്ഷണത്തിന്റെ പ്രളയമാണ്. അത് 2 മണിക്ക് 3 മണി വരെ, 4 മണി 5 മണി വരെയൊക്കെ ആവർത്തിച്ചുകൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്നിട്ട് സുബഹി ഉൾപ്പെടെ പ്രയാസം. അതുകൊണ്ട് ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആഘോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി നമസ്കരിക്കുവാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല. അമിതമായി ആഹാരം കഴിച്ചിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചി അവന്റെ വയറ് നിറപ്പിച്ചിട്ട് അവസാനം എന്താക്കി മാറ്റുന്നു? നമസ്കാരത്തോട് അലസരാക്കി അവനെ മാറ്റുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദത്തോടു കൂടി ആനന്ദത്തോടു കൂടി അത് അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു ആഘോഷമാക്കി നിങ്ങൾക്ക് നമസ്കാരമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. അമിതമായി കഴിക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാവരുത്. വലാ തുസ്രിഫു, നിങ്ങൾ അമിതം തിന്നോളൂ, കുടിച്ചോളൂ. പക്ഷെ ഈ നമസ്കാരം ഭംഗിയാക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന പോലത്തിലുള്ള തീറ്റയും കുടിയും അത് അമിതമായി പോവലാണ്. അങ്ങനെ അമിതമായി പോയി കഴിഞ്ഞാൽ
ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, തീർച്ചയായും അമിതമായി ആഹരിക്കുന്ന, അത്തരം ആഹരിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല തന്നെ എന്നാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മുഖം അങ്ങോട്ട് തിരിയുന്ന, അള്ളാഹുവിലേക്ക് തിരിയുന്ന വിധമുള്ള നമസ്കാരം ആഘോഷപൂർവം ആവർത്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ അതിന് ബോധപൂർവം നല്ല ചിന്തയും ബുദ്ധിയും അതേപോലെ എല്ലാ അർത്ഥത്തിലുള്ള പഠനവും ഒക്കെ നടക്കേണ്ടതുണ്ട്. അപ്പോഴേ അത് സാധിക്കുകയുള്ളൂ. ആഹ്ലാദകരമാണ്. പക്ഷെ ഇതിനെല്ലാം തടയുന്നതാണ് ഇന്നത്തെ ആഹാരക്രമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ അതിന്റെ താളം പിഴച്ചു പോകുന്ന ഒരവസ്ഥയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ അത് ഏർപ്പെടുത്തിയിരിക്കുന്നത്, ആ ഒരു കാര്യം നേടാൻ സാധ്യമല്ലാത്ത ഭൂരിപക്ഷ നമസ്കാരക്കാരിൽ മനുഷ്യൻ കൃത്രിമമായി അത് കഴിച്ചുകൂട്ടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും എന്നതാണ് അതിൽ സംഭവിക്കുക. അതുകൊണ്ട് നമസ്കാരത്തെ പോലും അത് ദേഹേച്ഛയുടെ ഭാഗമായിട്ട് അതിലേക്ക് കീഴ്പ്പെടുത്തി കളയും. ദേഹേച്ഛ, നമുക്കറിയാം, ഈ ഭക്ഷണക്രമം ഒരാൾ ആർത്തി കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും അത് സംഭവിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഹക്കായ അവകാശം പോലും, വിഹിതം പോലും, സക്കാത്ത് പോലും വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥ. വയം നമൂനൽ മാവൂൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ്, നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് അല്ലാഹു പറയുന്നത് ഫവൈലുൽ മുസല്ലീൻ. എന്നിട്ട് അതിന്റെ അവസാനം എന്താണ്? വയം നമൂനൽ മാവൂൻ, ജനങ്ങളുടെ പ്രാഥമികമായ അവകാശം പോലും വിട്ടുകൊടുക്കുവാൻ അവർക്ക് സാധ്യമല്ല. വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും വിട്ടുകൊടുക്കാതെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുക വഴി അവരുടെ സക്കാത്ത് ഉൾപ്പെടെ അത് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുമെന്നാണ്. അത് തസക്ക, ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു. റബ്ബിഹി ഫസല്ല, തന്റെ നാഥനെ ഓർത്തുകൊണ്ട് നമസ്കരിച്ചവരും. പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവരുടെ നമസ്കാരം ഉൾപ്പെടെ ദുനിയാവായിരിക്കും അവരുടെ ലക്ഷ്യം, ജനങ്ങളെ കാണിക്കലായിരിക്കും അവരുടെ ലക്ഷ്യം. ആ നമസ്കാരം പോലും അവർക്ക് നഷ്ടപ്പെടുന്ന അത് അവർക്ക് കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ ഉള്ളും പുറവും ഒരുപോലെ ഭംഗിയാക്കാൻ, ആഘോഷപരമാക്കാൻ, അലങ്കാരമാക്കാൻ, അതേപോലെ ആഹ്ലാദപരമാക്കാൻ അതിനുള്ളതാണ് നമ്മളുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ജീവിതം എന്തിലേക്ക് കേന്ദ്രീകരിക്കണം? അവന്റെ ജോലി തന്നെ എന്തായി മാറണം? അവൻ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കലാണ്. അതായി മാറ്റി നോക്കൂ നിങ്ങൾ. നമ്മളത് ആലോചിച്ച് അത് പ്രാവർത്തികമാക്കി നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ അനുഗ്രഹീതമായ അവസ്ഥ വരികയുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. ഒരു സംഗതി ചെയ്താലേ കിട്ടുകയുള്ളൂവെങ്കിൽ അത് ചെയ്തു നോക്കിയിട്ട് വേണം പറയാൻ. അത് ചെയ്തിലേക്ക് വരണം. നമസ്കാരം നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് സുബൈ നമസ്കരിച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇനി ളുഹ്ർ ഏറ്റവും ആനന്ദകരമായി നമസ്കരിക്കും. ബാങ്ക് കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം ഉറപ്പുവരുത്തും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു നീ ഉദ്ദേശിച്ചവർക്കല്ലാതെ കൃത്യമായി ഇതിനോട് പ്രതികരിക്കാൻ സാധ്യമല്ല, നിന്നില്ലെന്നല്ലാതെ ഒരു കഴിവോ താക്കത്തോ മനുഷ്യനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അവന്റെ പണി എന്താണ്? ളുഹ്ർ നമസ്കാരത്തിന് വേണ്ടി അനുഗ്രഹീതമമിതം കാത്തിരിക്കലാണ്. എന്നിട്ട് ജീവിതവും മരണവും ഒക്കെ അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരമായിരിക്കണം അത്. ഇന്നങ്ങനെയല്ല. ഇന്ന് അങ്ങനെ ജീവിതത്തെ തിരിക്കാതെയാണ് ഈ നമസ്കാരം ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതങ്ങനെയല്ല. ജീവിതത്തെ മുഴുവനും, അതിന്റെ ഇടയിലുള്ള സമയം, എന്റെ ജീവിതത്തെ മുഴുവനും ഞാൻ അള്ളാഹുവിലേക്ക് അങ്ങനെ തിരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് ശരിയായാലൊക്കെ ശരിയായി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ നമസ്കാരം ശരിയായി കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ കാര്യങ്ങളും ശരിയാക്കപ്പെട്ടു. ഫസദായി കഴിഞ്ഞാലോ ഫസദ സായിറു അമലിഹി, അയാൾ ചെയ്ത മുഴുവനും ജീവിതത്തിലും മരണത്തിലും ഒക്കെ ചെയ്ത, വാപ്പാനെ നോക്കിയതും ഉമ്മാനെ നോക്കിയതും കുടുംബം പോറ്റിയതും മക്കളെ വളർത്തിയതൊക്കെ അവന് വെറുതെയായി പോവുകയാണ്. അതുകൊണ്ട് ശരിയാക്കേണ്ടത് അടിത്തറ ശരിയാവാൻ തടസ്സമാവുന്ന രീതിയിലുള്ള ഭൗതികത നമുക്കുണ്ടാവരുത്. ജമ്മും കസറും ഉൾപ്പെടെ എടുക്കുന്നിടത്തേക്ക് അവൻ വളർന്നു വരണം. എന്താണ് ജമ്മും കസറും എന്ന് പറയുന്നത്? ജമ്മും കസറും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇളവാണ്. ആ ഇളവ് സ്വീകരിക്കുന്നിടത്തേക്ക് അവൻ വരണം.
എന്താണ് ഇളവ് സ്വീകരിക്കുന്നത്? അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന രീതിയിൽ അവനവന്റെ പ്രവർത്തനത്തിൽ നിരതരാവണം. യാത്ര ചെയ്തുകൊണ്ടുള്ളതാവാം, അല്ലാതെ ആവാം. യാത്ര ചെയ്തുകൊണ്ടുള്ളതാണെങ്കിൽ കസ്ർ അവന് കിട്ടും, കസ്ർ ഉൾപ്പെടെ ജമ്മിനോടൊപ്പം അവന് കസ്ർ കിട്ടും. അല്ല, അവൻ നിരന്തര കർമ്മനിരതനാണ് എങ്കിൽ അവന് ജമ്മ് ഉപയോഗപ്പെടുത്താമെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കർമ്മത്തിൽ അങ്ങനെ നിരന്തരം ഇൻവോൾവ്മെന്റ് ആയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജമ്മും കിട്ടും. എന്താണ് അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മിനെയും കസറിനെയും കുറിച്ച് സദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബുലു സദഖ, അത് അള്ളാഹു നൽകിയ ഒരു ദാനമാണ്. അള്ളാഹുവിന്റെ ദാനത്തെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. മാത്രമല്ല, അള്ളാഹു നൽകിയ ദാനത്തെ സ്വീകരിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നും പ്രവാചകൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിലേക്ക് കർമ്മനിരതനാവണം മനുഷ്യൻ. ജമ്മും കസുറും ഒക്കെ ഉൾപ്പെടെ അദ്ദേഹം നിരന്തരമുള്ള, അദ്ദേഹം 4 റക്അത്ത് കർമ്മനിരതനായ മനുഷ്യനെ കർമ്മനിരതനാക്കുന്ന നമസ്കാരക്കാരൻ, അദ്ദേഹം കർമ്മനിരതനാണ് എങ്കിൽ അയാൾ 4 തന്നെ നമസ്കരിച്ചു കൊള്ളണമെന്നില്ല. അയാളത് വ്യത്യസ്തമായ സമയത്ത് തന്നെ പോയി നമസ്കരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ കർമ്മനിരതനാവണം. അയാൾ എങ്ങാനും വെറുതെ ഇരിക്കുകയാണ് എങ്കിൽ അങ്ങനെയെങ്കിലും കർമ്മനിരതനാവാൻ വേണ്ടിയിട്ടാണ് 5 വക്ത് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത്. കർമ്മനിരതരായി അള്ളാഹുവിന്റെ ഔദാര്യവും ആനുകൂല്യവും അത് ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. ഭയഭക്തിയോടെയുള്ള അർത്ഥം ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കുമാറുള്ള 2 റക്അത്ത് നമസ്കാരം, 2 റക്അത്ത് ബോധത്തോടു കൂടിയുള്ള 2 റക്അത്ത് നമസ്കാരം രാത്രിയിൽ മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിന് സമമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ ബോധത്തോടു കൂടിയിട്ടുള്ള, മറിച്ച് അമിതമായ തിന്നും കുടിയും അതേപോലെ അത് അവസാനം വെറുതെ ഇരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നാലോ അവനവന്റെ നമസ്കാരം പോലും നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ അലസനും മടിയനുമായി കൊണ്ട് മുനാഫിക്കിന്റെ നമസ്കാരം നിർവഹിക്കേണ്ട ഒരവസ്ഥ അവന് വന്നു പതിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം മോഷ്ടിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണ് അതിന് കാരണം? അതാ അർത്ഥത്തിൽ സത്യസാക്ഷ്യവും ജിഹാദും അതുപോലുള്ള സക്കാത്തും ഒന്നുമില്ലാത്ത വെറും എന്താണ് ഒരു കാറ്റിക്കൂട്ടൽ നമസ്കാരമാക്കി നടക്കുന്ന ഏറ്റവും വലിയ വിഭാഗം ആളുകൾ, അധികം ആളുകൾ അങ്ങനെ കമ്മിൻ സാഹിബിൻ, എത്രയെത്ര നോമ്പുകാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എത്രയെത്ര നമസ്കാരക്കാർ എന്നും അത് നമ്മളൊക്കെ കാണാൻ സാധിക്കും. അധിക ജനങ്ങളും അങ്ങനെ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ഏറ്റവും വലിയ മോഷ്ടാക്കളാണ്. റസൂല് ഏറ്റവും വലിയ മോഷ്ടാവ് ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും എന്നിട്ട് ഏറ്റവും വലിയ മോഷ്ടാവ് ഇതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വഉന്നാസി സരിഖത്തൻ, ജനങ്ങളിൽ ഏറ്റവും മോശമായ മോഷ്ടാവ് എന്ന് പറയുന്നത്, ജനങ്ങളിൽ ഏറ്റവും മോശമായ മോഷ്ടാവ്, കള്ളൻ എന്ന് പറയുന്നത് അല്ലദീന യസ്രിഖു മിൻ സ്വലാത്തിഹി, അവൻ നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നു. അവന്റെ നമസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നു. എന്താണ് അവന്റെ നമസ്കാരത്തിൽ നിന്ന് മോഷണം അവൻ നടത്തുന്നത്? ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അവൻ റുകൂഉം സുജൂദും പോലും പൂർത്തീകരിച്ച് ചെയ്യുകയില്ല. അവന്റെ നമസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റുക്കൂ സുജൂദ് എന്ന് പറയുന്നത്. ഈ റുകൂഉം സുജൂദ് പോലും അവൻ എന്ത് ചെയ്യുകയില്ല? അവൻ പൂർത്തീകരിച്ച് ചെയ്യുകയില്ല. ഒരു കാട്ടിക്കുട്ടലാണ്, ഒരു ഹവയാണ്, ഒരു ഹവയിലാണ് അവൻ അടങ്ങി താമസിക്കുന്ന, അതിനുള്ളൊരു ക്ഷമ പോലും അവനില്ല എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ. എന്നിട്ട് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, അവന്റെ നമസ്കാരത്തിന് ഭയഭക്തി ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ മോഷ്ടാക്കളായി മാറുന്ന ഒരവസ്ഥ, ഗതികെട്ട ഒരവസ്ഥ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് വന്നു പതിക്കുന്നുണ്ടോ പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും വലിയ മോഷണം, അതിനേക്കാളും വലിയൊരു മോഷണമില്ല എന്നാ പറയുന്നത്. അത് അത്രയും വലിയ. അതുകൊണ്ട് എന്താണ് കാരണം? ഇഹത്തിലെയും പരത്തിലെയും സൗഭാഗ്യമാണ് ഇവൻ നശിപ്പിച്ചു കളയുന്നത്. അവന്റെ ഇഹലോകത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുലേക്ക് തിരിയുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 1.25 വർഷത്തോളം പ്രവാചകന്മാരെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. ഇനി വിശ്വാസികൾ മുഴുവൻ ഒന്നടങ്കം ഭൂമുഖത്തിറങ്ങി ഷഹാദത്തുൽ ഹക്കിലൂടെ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. ഇതിൽ നിന്നാണ് അവൻ തിരിഞ്ഞത്. അവന്റെ ജീവിതം എല്ലാം അള്ളാഹുലേക്ക് തിരിക്കാൻ പറഞ്ഞിട്ട് 10-100 വർഷം ഏറിക്കഴിഞ്ഞാൽ, 10-100 വർഷം ഇങ്ങനെ അള്ളാഹുലേക്ക് തിരിഞ്ഞാൽ
അള്ളാഹു തരാമെന്ന് പറയുന്നത് 100,000 കോടി കൊല്ലമല്ല, ഒരിക്കലും അവസാനിക്കാത്ത ശാശ്വതമായ ഒരു ജന്മം. അതാണ് മനുഷ്യന് തരാമെന്ന്. ഇതാണ് ഇവൻ നശിപ്പിച്ചു കളയുന്നത്. ഇതിൽ നിന്നാണ്, ആ തിരിയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്നാണ് ഇവൻ മോഷ്ടിച്ചത്. അതിനവന് സമയമില്ലാതെ പോയി. അതൊന്നും പാകത്തിൽ ചെയ്യുവാനും നല്ല ബോധ്യത്തോടു കൂടി അടങ്ങി താമസിച്ച് അത് നിർവഹിക്കുവാൻ റുകൂഉം സുജൂദും പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത ഈ മോഷ്ടാക്കളുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും ഉള്ളത്? പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമസ്കാരം ഉൾപ്പെടെ ദുനിയാവാക്കി മാറ്റുന്ന ഒരവസ്ഥയിൽ അപ്പോഴും ദുനിയാ ചിന്തയുമായി നടക്കേണ്ട ഗതികെട്ട നമസ്കാരക്കാരായി മാറുന്നത് എന്തുകൊണ്ടാണ്? സുബഹിക്ക് തന്നെ നെയ്യത്ത് വെച്ചില്ല ളുഹുറിന് വേണ്ടി, ളുഹുറിന് അവൻ ഉറപ്പിച്ചില്ല എന്റെ അസറിന് വേണ്ടി, അസറിന് അവൻ ഉറപ്പിച്ചില്ല എന്റെ മഗ്രിബിന് വേണ്ടി. അതേപോലെ ഇതിന്റെ ഇടയിലുള്ള ഓരോ സമയവും എന്റെ റബ്ബിന് വേണ്ടി മാത്രമാക്കി തരാൻ പറ്റുന്ന നമസ്കാരമാക്കി എന്റെ നമസ്കാരത്തെ എനിക്ക് നീ മാറ്റിത്തരണേ എന്നവൻ ബോധപൂർവം അതിനുള്ള ശ്രമം നടത്തിയില്ല. എന്നിട്ട് അതിന് കാത്തിരിക്കുന്നവനായി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? ഇഷ്ടപ്പെട്ട അതിഥിക്ക് വേണ്ടിയാ നമ്മൾ കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ ബുക്ക് ചെയ്തു, അത് നമ്മൾ വരുന്നുണ്ടെങ്കിൽ, അത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് കാത്തിരിക്കും. വന്നോ, എവിടെ എത്തി, എപ്പോഴാക്കുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അത് നമസ്കാരത്തെ എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല? ഇഷ്ടല്ല. അതൊരു സത്യമാണ്. എല്ലാ ദിവസവും ഈ സത്യം അവന്റെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവന് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല ളുഹുർ, ഇഷ്ടമുള്ള കാര്യമല്ല ആ അർത്ഥത്തിലുള്ള നമസ്കാരത്തെ ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെടുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. എല്ലാം അങ്ങനെയാണല്ലോ. നമുക്കിപ്പം പലപ്പോഴും ഞാൻ ഉദാഹരണം, നമുക്ക് വീട് വെക്കണം. ആ വീട് വെക്കുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാക്കി അതിന്റെ അടിത്തറ ഏറ്റവും നല്ല രീതിയിൽ പണിത് ഇനി ഭാവിയിൽ അതിന് ഇനിയും നിലകൾ കൂട്ടണമെങ്കിൽ അതിനുൾപ്പെടെ പറ്റുന്ന വിധം അടിത്തറ ശരിപ്പെടുത്തണം. അടിത്തറ ശരിപ്പെടുത്തിയിട്ട് വേണം വീട് നിർമ്മിക്കുവാൻ. എന്നിട്ട് അതിന്മേലാണ് നിർമ്മിക്കേണ്ടത്. പക്ഷെ ഈ അടിത്തറയിൽ അദ്ദേഹം ഒരാൾ ശ്രദ്ധിച്ചില്ല. അതങ്ങോട്ട് കിട്ടിയതൊക്കെ വാരി വലിച്ച് ഒരു തറയുണ്ടാക്കി അതിന്മേൽ വലിയ ഏറ്റവും നല്ല വിലപിടിപ്പുള്ള കല്ലും അതേപോലെ മണ്ണും സിമന്റും അതുപോലുള്ള കോൺക്രീറ്റും ഇരുമ്പ് കമ്പികളും ഒക്കെ കയറ്റി വെക്കാൻ ഒരുത്തൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അവന്റെ തന്നെ നെറുന്തലയിൽ അത് ഇടിഞ്ഞു വീഴുക എന്നത് ഒരു പ്രകൃതി നിയമമാണ്. ആ അടിത്തറയാണ് നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. ഒരു അസർ നമസ്കാരം അയാൾ ബോധപൂർവ്വം ഉപേക്ഷിക്കുന്നുവെങ്കിൽ മൻ തറക്കാതെ പറയും, ഉപേക്ഷിക്കുക. ജമ്മും കസറും അല്ലാത്ത രീതിയിൽ ഒരാൾ ഉപേക്ഷിക്കുക. മൻ തറക്ക സലാത്തിൽ ഹസരി ഫഖദ് ഹബിത അമലുഹു. ആരെങ്കിലും ഒരു അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവനവന്റെ കർമ്മങ്ങളെ മുഴുവനും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ, എന്തൊക്കെ കർമ്മങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. റസൂല് വെറുതെ ഒരു വർത്തമാനം പറയോ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാപ്പയുടെയും ഉമ്മയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ മേഖലയിൽ നമ്മൾ എന്തൊക്കെ നമ്മളുടെ തന്നെ ഭാവി കെട്ടിപ്പടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് ഇതൊക്കെ വെറുതാവിലായി മാറുകയാണ് എന്ന് നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല പ്രവാചകൻ മറ്റൊരു റിവായത്തിൽ പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യനായി ഒരാള് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നപ്പോ അയാളുടെ ഭാര്യയും കുട്ടികളും കുടുംബവും എല്ലാം തീക്കത്തിപ്പോയി, നഷ്ടപ്പെട്ടിരിക്കുന്നു. കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുമ്പോ എത്രത്തോളം വിഷമിപ്പിക്കുമോ അതിന്റെ എത്രയോ മടങ്ങാണ് ഈ ഒരു അസറിന്റെ നമസ്കാരത്തിന്റെ പേരിൽ അവൻ നാളെ പരലോകത്ത് വേദനിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. അത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് എല്ലാത്തിന്റെയും കാര്യങ്ങൾ നിർണയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമസ്കാരം അതിൽ ഏറ്റവും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ ഏറ്റവും വലുത് നമസ്കാരം തന്നെയാണ്. അതിന്റെ ഫർളുകളും ഷർത്തുകളും റുക്നുകളും ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നില്ല? നമുക്ക് താല്പര്യമില്ല. നമ്മൾ താല്പര്യം വേറെ കുറെ സംഗതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് വല്ലപ്പോഴും ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നമസ്കാരമില്ല, അതിൽ കൃത്യമായ നമസ്കാരമില്ല. പലതരം കളികളും ഗെയിമുകളും പല കാഴ്ചകളുമാണ് നമ്മളങ്ങനെ നെയ്യത്ത് വെച്ചിരിക്കുന്ന. അതിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് ആദ്യം അതിൽ നിന്ന് വെട്ടിമാറ്റണം. എന്നിട്ട് ആ വെട്ടിമാറ്റിയിട്ട് പകരം അവിടെ നമസ്കാരം കൊണ്ടുവന്നാൽ നമ്മളുടെ ദിശ ശരിയാവുക തന്നെ ചെയ്യും. ആ ദിശ ശരിയാക്കാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സന്തോഷത്തോടു കൂടി എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സാധ്യമല്ല, നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിഷേധികളുടെ കൂട്ടം അള്ളാഹുവിനെ അങ്ങനെ കണ്ടുമുട്ടണമെന്ന് അങ്ങനെ വിചാരിക്കാത്ത കുറെ ആളുകളുടെ കൂട്ടത്തിലാണ് അത്തരം ആളുകൾ പെടുക.
അതുകൊണ്ട് നമസ്കാരത്തെ കാര്യത്തിൽ അള്ളാഹുവിനോട് വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് അള്ളാഹു നീ എന്നെ സഹായിക്കണം. മക്കയിൽ പോയിട്ടാണെങ്കിലും കാബയിൽ പോയിട്ടാണെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നത് അവിടെ പോയി പിടിച്ചിട്ട് ചോദിക്കേണ്ട ആദ്യ കർമ്മം നമസ്കാരമാണ്. കാരണം ഒരടിമയുടെ ആദ്യ വിചാരണ നമസ്കാരമാണ്. അത് ശരിയായാലൊക്കെ ശരിയായി എന്നാണ്. ആ അർത്ഥത്തിൽ അവിടെയാണ് ആദ്യ വിചാരണയിൽ തന്നെ പരാജയപ്പെട്ടവൻ അവന് മറ്റു കർമ്മങ്ങളുമായി അവിടെ കാത്തുകെട്ടിക്കിടന്നിട്ട് യാതൊരു ഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ സകലതിന്റെയും ആത്മാവാണ് നമസ്കാരം. അല്ലാഹു വജ്ഹതു വജ്ഹിയ ലില്ലദി, അല്ലാഹു അക്ബർ, സുജൂദ്, എന്തൊക്കെ നമ്മൾ ഒളു എടുക്കുമ്പോൾ തന്നെ തുടങ്ങണം. ഒളു എടുക്കുമ്പോ എന്താണ് ഒളു എന്ന് പറയുന്നത്? ഒരു അതിമഹത്തായ കർമ്മമാണ്. കുളിച്ച് വൃത്തിയായി സോപ്പിട്ട് കഴുകിയവനും നമസ്കരിക്കണമെങ്കിൽ ഒളു വേറെ ചെയ്യണം. ഒളു വേറെ ചെയ്യണം. അവൻ വൃത്തിയാക്കലല്ലാതെ നേരെ മറിച്ച് മനസ്സിന്റെ ശുദ്ധീകരണമാണ്, കർമ്മങ്ങളുടെ ശുദ്ധീകരണമാണ്. നമസ്കാരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വായ കുപ്പിളിക്കേണ്ടതുണ്ട്, എൻ്റെ കൈകൾ ഞാൻ കഴുകേണ്ടതുണ്ട്, എൻ്റെ മുഖവും അഹങ്കാരത്തിൽ നിന്ന് ഞാൻ മാറ്റേണ്ടതുണ്ട്. എൻ്റെ കൈകള് അതേപോലെ തന്നെ കാലുകൾ ഉൾപ്പെടെ എല്ലാം, ചെവി ഉൾപ്പെടെ, തലയുൾപ്പെടെ, ചിന്തകൾ ഉൾപ്പെടെ, കേട്ടതുൾപ്പെടെ ശുദ്ധിയാക്കിയിട്ട് വിശുദ്ധി വരുത്തലാണ്. അതാണ് ഉളു എന്ന് പറയുന്നത്. ആ വിശുദ്ധി വരുത്തിക്കൊണ്ട് വേണം അള്ളാഹുലേക്ക് അവൻ വരാൻ. വരുമ്പോ അങ്ങനെയുള്ളൊരു ബോധപൂർവമുള്ള ഉളുവെടുക്കൽ. അതുപോലെ നനയേണ്ടിടത്ത് മുഴുവൻ നനഞ്ഞിരിക്കുന്നു, വെള്ളം ഒഴുക്കേണ്ടിടത്ത് ഒഴുക്കിയിരിക്കുന്നു, ധാരാളമായി പോയിട്ടില്ല, കൃത്യമായി തന്നെ ഞാൻ ഒഴുക്കിയിരിക്കുന്നത്, അതിലൊരിക്കലും ധാരാളിത്തം ഞാൻ കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് 5 നേരം ഈ കർമ്മങ്ങൾ ചെയ്തു നോക്കൂ. നമ്മളുടെ ഒരു കാര്യവും അള്ളാഹു വേണ്ടെന്ന് വെക്കില്ല. നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹു തന്നെ സംവിധാനങ്ങൾ ചെയ്തിരിക്കും. നമ്മൾ പോകുന്നിടത്തേക്കൊക്കെ അള്ളാഹു ഉണ്ടാവും നമ്മുടെ കൂടെ. അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ വേറൊരുത്തന് വേറെ എന്താ പിന്നീട് ഭൂമിയിൽ വേണ്ടത്? അവൻ നിരന്തരം ആ അള്ളാഹുവിൽ നിന്നുള്ള മാലാഖമാർ നമ്മെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ അർത്ഥത്തിലുള്ള ഒരു നമസ്കാരം, ശ്രദ്ധയും സൂക്ഷ്മതയുമുള്ള ഒരു നമസ്കാരം. സത്യവിശ്വാസി വിജയിച്ചിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അവന്റെ നമസ്കാരത്തിൽ അവൻ എന്താണ്? അവന്റെ നമസ്കാരത്തിൽ ഭയഭക്തിയോട് കൂടിയിട്ടാണ് അവന്റെ നമസ്കാരം നിർവഹിക്കുക. അതുവഴി അവൻ എന്ത് സാധിക്കും? നമസ്കരിക്കുക വഴി അവന് ലഹ്വുകളിൽ നിന്ന് അവന് മാറി നിൽക്കുവാൻ, ലഹ്വുകളിൽ നിന്ന് അവന് മാറി നിൽക്കുവാനുള്ള അവസരം ആ നമസ്കാരത്തിലൂടെ അവൻ നേടിയെടുക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? സംസ്കരണത്തിന്റെ ശുദ്ധി. അവൻ സ്വന്തം ശുദ്ധീകരിക്കല്ല, അവന്റെ കുടുംബത്തെയും നാടിനെയും സമൂഹത്തെയും ഒക്കെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് ഉൾപ്പെടെയുള്ള മാർഗത്തിൽ പ്രവർത്തിക്കുവാൻ അവൻ അവസരം നൽകുന്നു. അതിന്റെയൊക്കെ തുടക്കം നമസ്കാരം ഖുശൂഉള്ളതാക്കുക എന്നാണ്. ആ ഖുശൂഉള്ള നമസ്കാരം അവൻ അവസാനം എവിടേക്ക് എത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ നമസ്കാരം ഖുശൂഉള്ളതാക്കിയില്ലെങ്കിൽ എല്ലാത്തിന്റെയും ആത്മാവാണ് അതുവഴി ചോർന്നു പോവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഒരിക്കലും പറഞ്ഞു, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഒരിക്കലും പറയുകയാണ്, ഭൂവാസികളിലെ ദരിദ്രർ അതിലേറ്റവും വലിയ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയാതെ വിട പറയുന്നവരാകുന്നു. ഭൂവാസികൾ ഏറ്റവും വലിയ ദരിദ്രർ. നമ്മളിപ്പോ വലിയ സമ്പന്നരാണെന്നാണ് ധരിക്കുന്നത്. ഒരുപാട് ആളുകൾ ദരിദ്രരാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ. എന്താണ്? സമ്പത്ത് ദിനാറും ദിർഹമും ഒന്നും ഇല്ലാത്തവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ദരിദ്രർ എന്ന് ധരിച്ചു നടക്കുന്ന ഒരുപാട് ആളുകൾ. ആവശ്യത്തിനും അതിലേറെ കാശ് കിട്ടുന്നവൻ വിചാരിക്കുന്നത് ഞാൻ വളരെ ധന്യനാണ്, ധനികനാണ് എന്നാണ്. പക്ഷേ ആരാണ് ദരിദ്രർ എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഭൂവാസികളിലെ ദരിദ്രർ എന്ന് പറയുന്നത് അതിലേറ്റവും വലിയ മാധുര്യം ആസ്വദിക്കുവാൻ കഴിയാതെ വിട പറഞ്ഞു പോകുന്ന, ഈ ഭൂമുഖത്തിൽ നിന്ന് വിട പറഞ്ഞു പോവാൻ, അങ്ങനെ വിട പറഞ്ഞു പോകുന്നവരാണ്. എന്താണ് അവരുടെ ഐശ്വര്യം? ഐഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ മാധുര്യം എന്ന് പറയുന്നത് ദൈവസ്നേഹം കൊണ്ട് നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നതാണ്. ഖുശൂഅ് അങ്ങോട്ട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക. ഭൂമിയിൽ ഏറ്റവും വലിയ ധന്യത അതാണ്. ഈ ധന്യതയിലേക്ക് എത്തിപ്പെടാതെ എത്ര പറഞ്ഞിട്ടും അതൊന്ന് പഠിച്ചെടുത്ത് അതിന്റെ ആശയം ഒന്ന് ഗ്രഹിച്ച് അതൊന്ന് കാത്തിരുന്ന് നമസ്കരിക്കുന്നിടത്തേക്ക് എന്റെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി എന്നിട്ട് അതിന്റെ ആ അർത്ഥത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി നമസ്കാരത്തിൽ വിതുമ്പി കരയുന്നിടത്തേക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ എത്തിപ്പെട്ടിരിക്കും ഞാനെന്ന് തീരുമാനിക്കാത്തവൻ, അങ്ങനെ മരിച്ചു പോകുന്നവനാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. നമുക്ക് എന്തുകൊണ്ട് സമയമില്ലാതെ പോകുന്നുണ്ടോ? സമയം ഉണ്ടാക്കേണ്ടത് ഇതിന് തന്നെയാണ്. ഇത് ശരിയായാൽ ബാക്കിയൊക്കെ ശരിയാവുമെന്ന്
വ്യക്തമായി തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജുമാ നമസ്കാരത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഓടി വന്ന് ഭയഭക്തിയോടുകൂടി എല്ലാം നിർത്തിവെച്ച് അവിടെ നിങ്ങൾ ഓടിയണയുക, നീ ഓടി വരണട്ടോ, നീ അവിടെ ഓടി എത്തണട്ടോ എന്ന് പറഞ്ഞാൽ അല്പം പോലും വൈകരുത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം പ്രയോഗിച്ചത്. അതാണ് യൗമുൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അവിടെ ദിക്ർ ഖുതുബയാണ് എന്ന് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ഐക്യകണ്ഠേന തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഖുതുബയാണ്. 2 റക്അത്ത് നമസ്കാരം മാറ്റിവെച്ചിട്ട് അവിടെ പകരം വെച്ചത് അതിനേക്കാളും വലുതാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. ഫർളിൽ നിന്ന് 2 റക്അത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ളുഹ്ർ 4 റക്അത്താണ്, എന്നാൽ ജുമുഅ 2 റക്അത്താണ്. ആ മാറ്റിയ നമസ്കാരത്തിന് 2 റക്അത്ത് നമസ്കാരത്തിന് പകരം വെച്ചിരിക്കുന്നത് എന്താണ്? ഖുതുബയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ഈ ഫർളായ നമസ്കാരം മാറ്റി അതിന് പകരം വെക്കുന്നത് അതിനേക്കാളും ഗൗരവമുള്ളതായിരിക്കും. അങ്ങനെ തന്നെ അള്ളാഹു വെക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഖുതുബയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്ത് അല്പം പോലും വൈകിപ്പോകരുത്. നിങ്ങൾ ഓടിയണയണം. അതിനുവേണ്ടി കച്ചവടം നിർത്തിവെക്കാനല്ല പറഞ്ഞു, ഉപേക്ഷിക്കാനാ പറഞ്ഞു. അതിന്റെ ടോപ്പ് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉപേക്ഷിക്കണോ? കച്ചവടം വേണ്ട, അടച്ചു പൂട്ടിയാണ്ട് അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്തു പോന്നാ മതി. പക്ഷെ അള്ളാഹ് ഇവിടെ എന്താ പ്രയോഗിച്ചത്? ഉപേക്ഷിക്കുക എന്നാ പറയുന്നത്. വദറുൽ ബൈ, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുക. കാരണം എന്താണ്? അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ സംഗതി. വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുതുബ ഉൾപ്പെടെയുള്ള ജുമാ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. കച്ചവടം നിങ്ങൾ ഉപേക്ഷിച്ചാലേ അതിന് എത്തിപ്പെടുകയുള്ളൂ എങ്കിൽ ഉപേക്ഷിച്ച് തന്നെ വരണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹു പറയും, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഇങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിച്ചിട്ടും നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾക്ക് വിവരമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വിവരമുണ്ട് എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ വാദം. അങ്ങനെയുള്ളൊരു വാദം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ പ്രയോഗിക്കേണ്ടത് എന്താണ്? നിങ്ങൾ വിവരമുണ്ടെങ്കിൽ ഈ പണി ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല, മറിച്ച് എന്താണ്? കച്ചവടമോ അതേപോലെ മറ്റു വല്ല സംഗതികളോ കണ്ടിട്ട് ഇതിന് വീഴ്ച വരുത്തുന്നതിനെ കുറിച്ച് തൊട്ടടുത്ത ആയത്ത് പറയും, വല്ല കച്ചവടമോ വിനോദമോ ഒക്കെ കണ്ടിട്ട് ഈ ജുമുഅയെ പ്രവാചകൻ നേതൃത്വം കൊടുക്കാൻ പറഞ്ഞ പ്രവാചകൻ ഉണ്ടാക്കിയ മിമ്പറിൽ ഖുതുബ നടക്കുന്നു. അതേപോലെ പ്രവാചകൻ സ്ഥാപിച്ച സമയത്ത്, അല്ലാഹു റസൂൽ സ്ഥാപിച്ച സമയത്ത് നിർവഹിക്കുന്ന ഈ കർമ്മത്തിനോട് വല്ല താല്പര്യക്കുറവും നിങ്ങൾക്ക് വന്നു പോയാൽ നിങ്ങൾ ഒരു കാരണം, അത്തരം ആളുകൾ ഉണ്ടാവും. പക്ഷേ അത്തരക്കുറവോട് നീ പറയണം, നീ പ്രഖ്യാപിക്കണം, അത്തരക്കാരോട് നീ പ്രഖ്യാപിക്കണം, അള്ളാഹുവിന്റെ പക്കലുള്ളത് ഈ വിനോദത്തെക്കാളും, നിങ്ങൾ എന്തിന്റെ പേരിലാണോ, നിങ്ങൾ വിനോദത്തിന്റെ പേരിലാണെങ്കിൽ വിനോദത്തെക്കാളും, കച്ചവടമാണെങ്കിൽ ആ കച്ചവടത്തെക്കാളും ഒക്കെ വിശിഷ്ടമായത് കാണുകട്ടോ എന്നാണ് അള്ളാഹ്. കാരണം സ്വർഗാണ് നഷ്ടപ്പെടുന്നത്, നരകത്തിലേക്കാണ് പ്രവേശിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ആ റസൂൽ സാഹിബ് പറഞ്ഞു, 3 ജുമുഅ കാരണമില്ലാതെ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാളുടെ മനസ്സിനെ അള്ളാഹു അടച്ച് സീൽ വെക്കും, മുനാഫിക്കിന്റെ ഹൃദയമാക്കി മാറ്റും. പിന്നെ അദ്ദേഹത്തിന് പറഞ്ഞാൽ തിരിയില്ല, അദ്ദേഹത്തിന് താല്പര്യങ്ങളുമുള്ള ദുനിയാവാക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ശപിച്ചത്, കുരങ്ങുകളാക്കി മാറ്റി. യൗമുസ്സബത്തിലെ ആളുകളെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരെ കുരങ്ങുകളാക്കി മാറ്റിയെങ്കിൽ. അതുകൊണ്ട് സഹോദരികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവത്തോടു കൂടി ഈ സംഗതികളെയൊക്കെ കാണും വിധം നമസ്കാരത്തെ അലങ്കാരമുള്ളതാക്കി മാറ്റണം, ആഘോഷമാക്കി മാറ്റണം. ഏറ്റവും നല്ല ഡ്രസ്സ്, ലുങ്കിത്തിനെ കൊടുത്തോട്ട് പോകുന്ന ആളുകളുണ്ട് പള്ളിയിൽ. ലുങ്കിത്തിനൊക്കെ എടുത്തിട്ടേ ഒരു പ്രധാനമന്ത്രിയുടെ വില പോലും അള്ളാഹുവിന്, പ്രധാനമന്ത്രിയുടെ ഒരു ഓഫീസിന്റെ വില പോലും അള്ളാഹുവിന് കൊടുക്കാത്ത ആളുകളുണ്ട്. അലങ്കാരം അണിയാൻ പറഞ്ഞിട്ട് കള്ളിത്തുണി എടുത്തിട്ട് അങ്ങനെ വരിക. ചില സന്ദർഭമൊക്കെ വേണ്ടി വരും, നിർബന്ധമായ വേറെ വഴികളൊന്നും ഇല്ലാത്ത അവസ്ഥ. പക്ഷെ അത് മതിയെന്നാണ് ഇവൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെ കൊണ്ട് പോവാം പള്ളിയിലേക്ക് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. നേരെ മറിച്ച് നിന്റെ ഏറ്റവും വലിയ പുറപ്പാട്, നീ കല്യാണത്തിന് അതേപോലെ സംഗതികൾക്കൊക്കെ പുറപ്പെടുന്നത് പോലെ 5 നേരം അലങ്കാരം അണിഞ്ഞുകൊണ്ട് ആഹ്ലാദത്തോടു കൂടി, അപ്പൊ ഒരു സന്തോഷം ഉണ്ടാവും. നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് പോകുമ്പോ വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവും. നല്ല അത്രയൊക്കെ പൂശി. റസൂലിന് 2 കാര്യങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ റസൂൽ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്ന് സഹധർമ്മിണികളുമായി, ഇണകളുമായി സല്ലപിച്ചിരിക്കലാണ് റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാ. ഏറ്റവും വലിയ ഇഷ്ടം ഒന്ന് ഇണകളുമായി സല്ലപിച്ചിരിക്കലാണ്, മറ്റൊന്ന് സുഗന്ധം ഉപയോഗിക്കലാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ സുഗന്ധമൊക്കെ പുരട്ടി
അലങ്കാരത്തോടു കൂടി എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് എന്ന് നമുക്ക് എത്താൻ സാധിക്കുമോ, അന്നായിരിക്കും നമ്മളുടെ നമസ്കാരം ഖുശൂഉള്ളതായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.